നെടുമങ്ങാട്ടെ ശാലിനി ആത്മഹത്യക്ക് ശ്രമിച്ച കേസിൽ ഒരു ക്ലാരിറ്റി വേണമല്ലോ. ശരിക്കും അവർക്ക് BJP സീറ്റ് കൊടുത്തിരുന്നു, എന്നാൽ RSS ഇതേ വാർഡിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് രാവിലെ എന്നുള്ള വാർത്ത വന്നപ്പോൾ അതിൽ പ്രതിഷേധിച്ചു കൂടിയാണ് ഇവരെ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാൻ ശ്രമിച്ചത് എന്ന വാർത്ത വരുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ കിട്ടിയോ ബ്യൂറോയിൽ? നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി പനങ്ങോട്ടയിലെ സ്ഥാനാർത്ഥിയായി ശാലിനിയെ BJP ജില്ലാ നേതൃത്വം നേരത്തെ വാക്കാൽ പറഞ്ഞിരുന്നു. മാത്രമല്ല അവർ അതിനനുസരിച്ച് ചില പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഒക്കെ ചെയ്തു. സാധാരണഗതിയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം പ്രാദേശികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാസങ്ങൾക്ക് മുൻപേ തുടങ്ങും. ശാലിനി 32 വയസ്സുള്ള ശാലിനി സമാനമായി നേരത്തെ തന്നെ അവരുടെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. മാത്രമല്ല അതേ വാർഡ് കേന്ദ്രീകരിച്ച് തന്നെ മുൻപ് 2 തവണ ഇവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയൊക്കെ ചെയ്തതാണ്. മാത്രമല്ല ഇവരുടെ ഒരു കരിയർ പറഞ്ഞാൽ ഈ മഹിളാ മോർച്ച നോർത്ത് ജില്ലാ സെക്രട്ടറിയാണ് ശാലിനി. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ജില്ലാ നേതൃത്വം അനൌദ്യോഗികമായി ഇവരെ അറിയിച്ച് ഇവർ പ്രചരണവും ആരംഭിച്ച ശേഷമാണ് ഈ RSS പ്രാദേശിക നേതൃത്വം മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കവും തീരുമാനവും ഒക്കെ അവർ എടുക്കുന്നത്. മാത്രമല്ല ഇന്നു മുതൽ ആ സ്ഥാനാർത്ഥി പ്രചാരണം ആരംഭിക്കാൻ ഇരിക്കുകയായിരുന്നു. ഇതിൽ മനോവിഷമത്താൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതൽ ശാലിനി കടുത്ത വിഷമത്തിലായിരുന്നു. മാത്രമല്ല ഇവരുടെ ഹസ്ബൻഡിനോട് അതേപോലെ തന്നെ ചില സുഹൃത്തുക്കളോട്, ചില പാർട്ടിയിലെ തന്നെ ഇവരുടെ ചില സുഹൃത്തുക്കളോടൊക്കെ ഇക്കാര്യമാണ് തനിക്ക് മനോവിഷമം ഉണ്ടാക്കിയെന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രി നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണിയോളം ഇവർ ഉറങ്ങാതിരുന്നു. ഹാളിൽ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കട്ടെ എന്നൊക്കെ ഭർത്താവിനോട് പറയുന്നതായി നമ്മൾ നേരത്തെ ടെലിഫോണിൽ സംസാരിച്ചപ്പോൾ ഭർത്താവ് സംസാരിച്ചിരുന്നു. അതിനുശേഷം ഇവർ രാത്രി ഏതാണ്ട് 1 മണിയോടുകൂടി ഹാളിൽ വെച്ച് കയ്യിലെ ഞരമ്പ് മുറിക്കുകയായിരുന്നു. തുടർന്ന് മകനാണ് ഇവരെ കണ്ടത്. അതിനുശേഷം ഉടൻ തന്നെ മകൻ നിലവിളിക്കുകയും ഈ ഹസ്ബൻഡ് അടക്കമുള്ള ആളുകൾ ഇവരെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുകയായിരുന്നു. ഇവരുടെ കയ്യിൽ 8 തുന്നലുകളുണ്ട്. പ്രധാന ഞരമ്പിൽ കാര്യമായിട്ടുള്ള പ്രശ്നം പറ്റിയില്ല എന്നുള്ളതാണ് ആശ്വാസകരമായി മാറിയത്. ഇല്ലെങ്കിൽ സ്വാഭാവികമായും അവരുടെ ജീവനും ഭീഷണിയുണ്ട്. നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ അവരുടെ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അതേസമയം BJP ജില്ലാ നേതൃത്വം പറഞ്ഞത് പ്രാദേശികമായി തയ്യാറാക്കി തരുന്ന പട്ടിക അതിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയില്ല. ശാലിനി BJPയുടെ പ്രവർത്തകയാണ്, മഹിളാ മോർച്ച പ്രവർത്തകയാണ്. മാത്രമല്ല ഈ നെടുമങ്ങാടൊക്കെ പ്രാദേശികമായിട്ടുള്ള മാർച്ചുകൾക്ക് സമരങ്ങൾക്കൊക്കെ ശാലിനി ഒരു ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു. അങ്ങനെയൊക്കെ BJPക്ക് വേണ്ടി സജീവമായി രംഗത്ത് നിന്നൊരാളാണ് ശാലിനി. ആ ശാലിനി നിലവിൽ ഒരു പക്ഷേ നമുക്കറിയാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നൊരുക്കങ്ങൾ അവർ നടത്താറുണ്ട് വാർഡുകളിൽ. ആ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള മനോവിഷമം അവർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ അറിയാം. ഏതായാലും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ നാളെയോ മറ്റന്നാളോ ഒക്കെ ശാലിനിയുടെ പ്രതികരണവും നമുക്ക് ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കാം. താങ്ക് യു. ഷെഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.